ഹായ് മക്കളെ, ഇനി നമുക്ക് കണ്ടും അറിഞ്ഞും പഠിക്കാം. ബ്രെയിൻ എക്സ്പോസ് സീരീസിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബോയിന്റ് ഫോഴ്സ് അല്ലെങ്കിൽ പ്രവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. നിങ്ങൾ പഠിച്ചു കാണും, പ്രവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് വ്യാപ്തം അല്ലെങ്കിൽ വോളിയം. നോക്കൂ, ഞാൻ അലുമിനിയം ഫോയിൽ കൊണ്ടൊരു ബോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ബോട്ടിനെ ഞാൻ വെള്ളത്തിലിടുമ്പോൾ നോക്കൂ, ഫ്ലോട്ട് ചെയ്ത് അല്ലെങ്കിൽ പൊങ്ങി കിടക്കുന്നുണ്ട്. ഇതേ ഭാരമുള്ള അലുമിനിയം ഫോയിൽ ചുരുട്ടി ചെറിയ ഒരു ബൗളാക്കിയിട്ടുണ്ട്. ഈ ബോൾ ഞാൻ വെള്ളത്തിലിടുമ്പോൾ നോക്കൂ, എന്തായി? വെള്ളത്തിൽ താന്നു പോയി അല്ലേ? ഇവിടെ എന്താണ് സംഭവിച്ചത്? അതെ, ഞാൻ ഇവിടെ ഉണ്ടാക്കിയ അലുമിനിയം ഫോയിലിന്റെ ബോട്ടിന് എന്ത് കൂടുതലാണ്? വ്യാപ്തം കൂടുതലാണ്. എന്തിനേക്കാൾ? ഇതിനേക്കാൾ. ഇവിടെ വ്യാപ്തം കൂടിയപ്പോൾ എന്ത് കൂടി? പ്രവക്ഷമ ബലം കൂടി അല്ലേ? നോക്കൂ, ഈ വസ്തുവിന് എന്തുണ്ട്? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉണ്ട് അല്ലേ? ഈ വസ്തുവിന് അനുഭവപ്പെടുന്ന ഗ്രാവിറ്റേഷൻ ഫോഴ്സിന് തുല്യമായ എന്ത് അനുഭവപ്പെട്ടു? ഇവിടെ പ്രവക്ഷമ ബലം അനുഭവപ്പെട്ടു. അതുകൊണ്ടല്ലേ ഈ വസ്തു താന്നു പോവാന്നത്. പക്ഷേ ഇവിടെ വ്യാപ്തം കുറഞ്ഞപ്പോൾ അല്ലെങ്കിൽ വോളിയം കുറഞ്ഞപ്പോൾ പ്രവക്ഷമ ബലം കുറഞ്ഞു. ഈ വസ്തുവിൽ അനുഭവപ്പെടുന്ന പ്രവക്ഷമ ബലം കുറഞ്ഞു. അതുകൊണ്ട് ഇവിടെ എന്ത് കൂടി? ഭൂഗുരുത്വാകർഷണ ബലം കൂടുതലാണ്. എന്തിനേക്കാൾ? പ്രവക്ഷമ ബലത്തേക്കാൾ. അതുകൊണ്ട് ഈ വസ്തു താഴ്ന്ന് വെള്ളത്തിന്റെ അടിയിലേക്ക് പോയി. ഓക്കെ ആണടാ? ഇതുപോലത്തെ ഉപകാരപ്പെടുന്ന വീഡിയോസിനായി ഫോളോ ചെയ്ത് ഒപ്പം കൂടിക്കോ.